ഓം നമോ നാരായണായ. എല്ലാ ഋതുക്കളിലും പുഷ്പങ്ങൾ, ബലങ്ങൾ എന്നിവയാൽ സമ്പന്നമായ വൃക്ഷങ്ങളാലും ലതകളാലും ചുറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെ ആ സ്ഥലം മനോഹരമാണ്. അവയോടൊപ്പം മൃഗങ്ങളും പലതരം പക്ഷികളും അവയുടെ സ്വരവിശേഷങ്ങളും ചേരുമ്പോൾ ആ മനോഹാരിത അവർണ്ണനീയമായിത്തീരുന്നു. ശ്രീരാമൻ സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി അഗസ്ത്യാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. സുതീക്ഷ്ണൻ വേഗം ഗുരുവിൻ്റെ മന്ദിരത്തിലേക്ക് ചെന്നു. രഘുത്തമ ഭക്ത സഞ്ജയത്താൽ വലയം ചെയ്യപ്പെട്ടവനും രാമമന്ത്രത്തിൻ്റെ അർത്ഥം ശിഷ്യന്മാർക്കായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവനുമായ അഗസ്ത്യ മുനീന്ദ്രൻ്റെ മുമ്പാകെ ദണ്ഡനമസ്കാരം ചെയ്തു സുതീക്ഷ്ണൻ പറയുന്നു. അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി കാനനമാർഗി നടക്കൊണ്ടിതു മന്ദം മന്ദം. സർവർത്തു കുസുമാഢ്യ പാദബലത സംഹൃതം നാനാമൃഗ സഞ്ജയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം. നന്ദന സമാനമാനന്ദദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിത മനൂപമം. ബ്രഹ്മർഷി പ്രവരന്മാരമര മുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നിഗരങ്ങൾ. സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളുമുണ്ടറ്റമില്ലാതവണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണുന്തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ. വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോടിനിയിപ്പോൾ. വേഗന ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോടഗതനായോരെന്നെ യങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരി വസിച്ചിടുന്നീ ദുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുതീക്ഷ്ണാൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യ മന്ദിരം മുദാ. നത്വാ ത്വം ഗുരുവരം അഗസ്ത്യം മുനികുല സത്തമം രഘുത്തമ ഭക്തസഞ്ജയവൃതം. രാമമന്ത്രാർത്ഥവ്യാഖ്യ തൽപരം ശിഷ്യന്മാർക്കായി കാമദം അഗസ്ത്യം ആത്മാരാമം മുനീശ്വരം. ആരുട വിനയം കൊണ്ടാനത വക്ത്രത്തോടും ആരാൽ വീണുടൻ
ദണ്ഡ നമസ്കാരവും ചെയ്താൻ.